ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ശൂന്യങ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വിഷയം താഴ്മയും നന്ദിയും. ഹ്യൂമിലിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ശൂന്യങ്കാരത്തി ദൈവസന്നിധിയിൽ വളരെ താഴ്മയും നന്ദി നിറഞ്ഞ ഹൃദയവും ഉള്ള ഒരു സ്ത്രീയായിരുന്നു. താഴ്മയും നന്ദിയും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉരുവാകുന്ന വേർച്യൂസാണ്. അവൾക്ക് ദൈവം ദാനമായി നൽകിയ ഏക മകൻ പെട്ടെന്ന് ഒരു ദിവസം അസുഖം വന്ന് മരിച്ചു പോകുന്നു. അവൾ ആ മകൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ഒരു മകനെ ദാനമായി നൽകിയ ദൈവം അവനെ ജീവനോടെ തിരിച്ചു നൽകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ പ്രത്യാശയോടെ കർമ്മേൽ പർവ്വതത്തിൽ ഏലീശ പ്രവാചകനെ തേടി പോവുകയാണ്. കാരണം ഏലീശ പ്രവാചകനാണ് അവൾക്ക് ഒരു മകൻ ജനിക്കുമെന്ന് അവളെ അറിയിക്കുന്നത്. ബാലൻ മരിച്ച വിവരം ഏലീശ പ്രവാചകൻ അറിയുമ്പോൾ അവളുടെ കൂടെ ശൂന്യമിലേക്ക് വരുന്നു. പ്രവാചകൻ മാളിക മുറിയിലേക്ക് പോയി ശൂന്യങ്കാരത്തെയും ഗേഹസിയെയും വെളിയിൽ നിർത്തി താനും ബാലനും മാത്രമുള്ളപ്പോൾ യഹോവയോട് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് ബാലനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഉടനെ പ്രവാചകൻ ഗേഹസിയെ വിളിച്ച് ശൂന്യങ്കാരത്തിയെ വിളിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. ശൂന്യങ്കാരത്തി ഏലീശ പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ നിന്റെ മകനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? മണിക്കൂറുകളായിട്ട് മരിച്ചുപോയ മകനെ ജീവനോടെ തിരികെ ലഭിക്കാൻ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉണ്ടായ സന്തോഷത്തിലെല്ലാം മറന്ന് അവൾ ആ മകനെ എടുത്തുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്. അവൾ മുറിക്കകത്ത് ചെന്ന് പ്രവാചകന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അതായത് ദൈവസന്നിധിയിൽ അവൾ തന്നെ താഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞതിന് ശേഷമാണ് മകനെ എടുത്തുകൊണ്ട് പോകുന്നത്. എത്ര മാതൃകാപരമായ കാര്യമാണ് ശൂന്യങ്കാരത്തി ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നോട് പഠിപ്പീനെന്ന്. കർത്താവിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് താഴ്മ. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് താഴ്മയോടെ ജീവിക്കണം എന്നാണ്. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താഴ്ത്തിയാണ് നമ്മളെ കർത്താവ് മാതൃക കാണിച്ചിരിക്കുന്നത്. ദാവീദ് രാജാവിനെ നോക്കൂ. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ അടുത്ത് വന്ന് നിന്റെ ഗ്രഹവും നിന്റെ സിംഹാസനവും നിന്റെ രാജ്യത്വവും എന്നേക്ക് സ്ഥിരമായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദാവീദ് രാജാവിൻ്റെ പ്രതികരണം എങ്ങനെയുള്ളതായിരുന്നു? ദാവീദ് രാജാവ് മുറിക്കകത്ത് പോയി ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, യഹോവേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആര്? ഞാനൊരു ഷെപ്പേർഡ് ബോയ് ആയിരുന്നല്ലോ. എൻ്റെ ഗ്രഹം എന്ത്? യഹൂദാ ഗ്രഹത്തിൽ ഏറ്റവും ചെറിയതല്ലോ എൻ്റെ ഗ്രഹം എന്ന് പറയുന്നു. തന്നെ താഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയുകയാണ് ദാവീദ് രാജാവ് ചെയ്യുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിലേക്ക് പോകുന്നു. പരീശന്റെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരുന്നു? ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. തന്നെ താഴ്ത്താതെ സ്വയം നീതീകരിച്ചാണ് ദൈവത്തിന് നന്ദി പറയുന്നത്. എന്നാൽ ചുങ്കക്കാരനോ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയുന്നില്ല. അവൻ തന്നെ താഴ്ത്തി ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. ഇവിടെ ആരാണ് നീതീകരിക്കപ്പെട്ടത്? ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടത്. പരീശന്റെ പ്രാർത്ഥന തന്നെത്താൻ ഉയർത്തി ഉള്ള പ്രാർത്ഥനയായിരുന്നു. കർത്താവ് പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടുമെന്ന്. നമ്മൾ ദൈവസന്നിധി താഴ്മയുള്ളവരായിരിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഗലീലയിൽ നിന്നും യെരുശലേമിലേക്ക് പോകുമ്പോൾ ശമര്യയിൽ കൂടി കടന്നു പോകുന്നു. അവിടെ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നു. അവിടെ 10 കുഷ്ഠരോഗികൾ ദൂരെ നിന്നുകൊണ്ട് കർത്താവിനോട് കരയുകയാണ്, യാചിക്കുകയാണ്. യേശുവേ നായക, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവർ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. അവർക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കത്തില്ല. കുഷ്ഠരോഗികളാണ്, ശുദ്ധിയില്ലാത്തവരാണ്, സമൂഹത്തിൽ അവർക്ക് സ്ഥാനമില്ല. കർത്താവിന് അവരോട് കരുണ തോന്നുന്നു. എന്നാൽ അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കുന്നില്ല. അവരോടൊരു വാർത്ത കൽപ്പിക്കുന്നു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന്.
ആ 10 കുഷ്ഠരോഗികളും കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പോവുകയാണ്. പോകയിൽ അവർ സൗഖ്യമാകുന്നു. 9 പേർക്ക് തങ്ങൾ സൗഖ്യമായത് കണ്ടപ്പോൾ വളരെ സന്തോഷം. അവർ സന്തോഷത്തോടെ പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ അവരുടെ ശുദ്ധീകരണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് അവരുടെ ഭവനങ്ങളിലേക്ക് പോകണം. അവരുടെ ആ സന്തോഷത്തിൽ അവർ കർത്താവിന് നന്ദി പറയുവാനായി മറന്നു പോകുന്നു. എന്നാൽ അവരിൽ ഒരുത്തൻ മാത്രം താൻ സൗഖ്യമായത് കണ്ടപ്പോൾ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് കർത്താവിൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് നന്ദി പറയുകയാണ് ചെയ്തത്. അവൻ ഒരു ശമരിയാക്കാരനായിരുന്നു. ശൂന്യങ്കാരി ചെയ്തതുപോലെ തന്നെത്താൻ താഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയുകയാണ് ആ ശമരിയാക്കാരൻ ചെയ്തത്. കർത്താവ് ചോദിക്കുന്നു, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? ബാക്കി 9 പേർ എവിടെയെന്ന്? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന്. കർത്താവ് ആഗ്രഹിക്കുന്നത് നന്ദിയുടെ വാക്കുകൾ മാത്രമാണ്. ബാക്കി 9 പേർ നന്ദി പറയുവാൻ മറന്നു പോകുന്നു. 103-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന്. നമ്മൾ പലപ്പോഴും ദൈവം നമ്മൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ മറന്നു പോകുന്നവരല്ലേ? ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ മറന്നു പോകുന്നവരല്ലേ? അതാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഡ്യൂട്രോണമി 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം, അതായത് നന്ദി പറയണമെന്ന്. അതിന് താഴോട്ടുള്ള വാക്യങ്ങളിലെല്ലാം മറക്കരുത്, നന്ദി പറയണം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. 1 തെസ്സലോനിയൻ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ല നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവം ഇഷ്ടമെന്ന്. നമ്മൾ എല്ലാറ്റിനും ദൈവസന്നിധിയിൽ നന്ദി പറയണം. എഫേസ്യർ 5:20 പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ എന്നാണ്. 100-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തീരാത്ത ദാനത്തിന് ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നു. ദൈവം നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം നന്മകളാണ് ചെയ്തു തരുന്നത്. നമ്മളുടെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുത്ത് നിത്യജീവൻ നൽകിയ കർത്താവിന് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണോ നമ്മൾ നന്ദി പറയേണ്ടത്? എപ്പോഴും നന്ദി പറയുന്നവരായിരിക്കണം. അതുപോലെ പിതാവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രയോ നന്മകളാണ്, എത്രയോ അനുഗ്രഹങ്ങളാണ് ചെയ്തു തരുന്നത്. അതിനൊക്കെ നമ്മൾ മറക്കാതെ താഴ്മയോടെ ദൈവത്തിന് നന്ദി പറയണം. അത് മാത്രമാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ശൂന്യംകാരിയെ നോക്കും, അവൾ തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് നന്ദി പറഞ്ഞതിന് ശേഷമാണ് അവൾ അവളുടെ മകനെ എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മൾക്ക് മാതൃകയായിരിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.